ഈ നമ്മുടെ യുവത്വം ലഹരിയിൽ തുളുമ്പുകയാണ്. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ലഹരി ഉണ്ടായിരുന്നു, അത് വായനയുടെ ഒരു ലഹരിയായിരുന്നു. ഇന്നിപ്പം അത് അകന്നു മറ്റൊരു തരത്തിലുള്ള ഒരു മായിക വലയത്തിലേക്കാണ് യുവത്വം പോകുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഓരോ ദിവസവും വാർത്താമാധ്യമങ്ങളിലൂടെ അറിയുന്നത്. വല്ലാത്തൊരു മാറ്റമല്ലേ? വല്ലാത്ത മാറ്റം. ലഹരിയിൽ മുങ്ങിയ നാടായി മാറി അല്ലേ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ സങ്കടകരമായിട്ടൊരു അവസ്ഥ. ഒരു ജനറേഷൻ മൊത്തം അല്ല, ഒരു തലമുറ ഭയത്തോടു കൂടിയാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങി കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മുന്നിൽ ഇത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സംഭവം. പക്ഷെ നമ്മളതൊന്ന് നിസ്സാരവൽക്കരിച്ചു. അതിൻ്റെ അങ്ങ് എക്സ്ട്രീം ലെവലിലാണ് ഇപ്പോൾ. അതങ്ങ് നമ്മൾ പറയുമല്ലോ, ഒരു പ്രഷർ കുക്കറിൻ്റെ തടച്ച് വെച്ചിട്ട് അതങ്ങനെ സ്ഥലം പൊട്ടിത്തെറിച്ച ആ ഒരു ലെവലാണിതിപ്പോൾ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആഫ്റ്റർ ഇഫക്ട്സ് എല്ലാം. ഇതൊരു കുറേ വർഷങ്ങളായിട്ട് ലഹരി ഇവിടെ കേരളത്തിൽ ലഹരിയും ലഹരി വേട്ടയൊക്കെ കുറേ നാളുകളേ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെന്തായിരുന്നു ഇവിടെയൊക്കെ എല്ലാം ഇത് സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. സിനിമാ സെറ്റുകളിലൊക്കെ ലഹരിയെക്കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നല്ലോ നിർമ്മാതാക്കളൊക്കെ. കുറേ യുവ നടന്മാർ ലഹരിയുടെ പ്രസരം കാരണം അവർ കാണിച്ചു കൂട്ടിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അന്നൊന്നും ആരും ഇത് ചർച്ച ചെയ്യാനായിട്ട് വലിയൊരു കാര്യം എന്താ പറയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഒരു ഇതിൻ്റെയൊക്കെ പിന്നിൽ അന്വേഷിച്ച് പോകാനായിട്ട് കേരള പോലീസിന് ശരിയാണ്. സത്യം പറഞ്ഞാൽ അവർ കയറൂരി വിട്ടിക്കഴിഞ്ഞാൽ ഏത് എക്സ്ട്രീം വരെ പോയിട്ട് കൊലക്കൊമ്പന്മാരെ അവർ പിടിക്കും. പക്ഷേ ഇവിടെ എന്താണ് അത്, ഇവിടെ എപ്പോഴും അവർക്ക് കടിഞ്ഞാണിടാൻ ലഹരി മാഫിയ ചുക്കാൻ പിടിക്കണത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമുണ്ട്, പ്രമുഖരുണ്ട്. അതാണ് കാര്യം. അല്ലാതെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ബിഗ് കൺസെപ്ഷനാണ് കേരളം പോലൊരു സ്റ്റേജിലേക്ക്. എത്രയോ ആൾക്കാരെ ഇവിടെ പിടിക്കുന്ന ഓരോ ലഹരി ഇടപാടുകളും കഞ്ചാവൊക്കെ ആയിക്കോട്ടെ 100 കിലോ ഒക്കെയാണ് പിടിക്കുന്നത്. വളരെ വലിയൊരു ബിഗ് ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മിനി മെക്സിക്കോ പോലെ ഒരു ഇതായി മാറി. ഇപ്പോൾ പിന്നെയാണ് സിന്തറ്റിക് ലഹരികൾ വന്നത് അല്ലേ. അതിന് മുമ്പൊക്കെ നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ കള്ള് കുടിച്ചിട്ട് പാമ്പെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. രൂപ കള്ള് കുടിക്കും, കള്ള് അങ്ങനത്തെ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പല രൂപത്തിലാണ്, നമുക്കത് അറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ ഇത് സമൂഹം ചർച്ച ചെയ്തതെന്ന് പറയുമ്പോൾ കൗമാരക്കാർ 10, 13, 14 വയസ്സുള്ള പിള്ളേർ ലഹരിക്ക് അടിമയായിട്ട് കാണിച്ചു കൂട്ടണം തുടങ്ങി കഴിഞ്ഞപ്പം വീട്ടുകാർ ഭയം തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇതിൽ 2-3 വശങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പൊളിറ്റിക്കലി കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ക്യാമ്പസുകളിൽ അമിതമായിട്ടങ്ങ് ലഹരിയും കൊടുക്കുമായിരുന്നു. അവരത് പുക നമ്മൾ പറയും ഹീറോയാണ്, ഒരു പുകയൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് വായന. നമ്മളും പണ്ട് കണ്ടിട്ടുണ്ടല്ലോ 70കളിലൊക്കെ ഒരു വേണു നാഗവളി ലൈൻ പിടിച്ചിട്ട് കുറച്ച് വായന പ്രണയം അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ അതിലും ഉണ്ടാവാം കുറച്ചൊരു ബുദ്ധിജീവി ലൈനിൽ കുറച്ചും കൂടിയൊക്കെ നമുക്കറിയാം. എന്താ പറയുക, അഗ്രഹാരത്തിലെ കഴുത സംവിധാനം ചെയ്ത നമ്മുടെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് ജോൺ അതേ സ്റ്റൈൽ ഓഫ് ആൾക്കാർ കുറച്ച് പേരുണ്ടായിരുന്നു. നമ്മുടെ അതിൽ കവി അയ്യപ്പൻ ഇങ്ങനെയൊക്കെ ലഹരിക്ക്. പക്ഷെ അവരൊക്കെ കാണിച്ചു തന്നു ലഹരി വന്നു കഴിഞ്ഞാൽ ജീവിതം കോഞ്ഞാട്ടാവും എന്നുള്ളൊരു ലിവിങ് എക്സാമ്പിൾസ് ആയിട്ട് കാണിച്ചു തന്നു. അവരൊന്നും ആരും പുകഴ്ത്തിയില്ല. കാരണം കവി അയ്യപ്പനൊക്കെ സ്റ്റഫ് ഉണ്ടായിട്ട് അയാളുടെ ലഹരി അടിമ കാരണമാണ് അങ്ങനെയൊക്കെ ഒരു പൊതു അല്ലേ അത്രയും രീതിയിൽ നീ കള്ളുകുടിയനാണെങ്കിൽ നിനക്ക് ഇത്രയും വില കിട്ടൂ ആ ഒരു പരിഗണന തരും എന്നുള്ള രീതിയിലാക്കി കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അതിലേക്ക് പോകാനുള്ളൊരു ഭയമായിരുന്നു. ഇന്നതല്ല. കാരണം കുട്ടികളിൽ നിന്ന് കാണുമ്പോൾ എന്താണ് ലഹരി കഴിച്ചു കഴിഞ്ഞാൽ നീ ഭയങ്കര ഹീറോയാണ്. ആ ഒരു രീതിയിലേക്കൊരു ഭയങ്കര ഇതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ അതിലേക്ക് അങ്ങ് ആകർഷിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. പാട്ട് സിനിമകൾ നോക്കൂ. മഞ്ഞുമൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. അത് പറയുന്നത് എന്താ, കള്ള് കുടിച്ചിട്ട് കുഴിയിലെടുത്ത് ചാടിയപ്പോൾ രക്ഷിക്കാൻ വേണ്ടി അടുത്ത ഫുൾ ടീം പോയതും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇതുണ്ട്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ കാണിക്കണം എന്തുവാണ്, കള്ള് കുടിച്ചത് കൊണ്ട് അടുത്ത് കുഴി പോയതാണല്ലേ. അപ്പോൾ ഈ രീതിയിലൊക്കെ ആയി. പക്ഷേ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് ഇവിടെ ക്രിമിനലിസവും വളർന്നു ലഹരിയും വളർന്നു എന്നുള്ളത് ഭയക്കേണ്ട ഒരു വസ്തുതയാണ്. ഇപ്പോഴത്തെ കലാലയങ്ങൾ പിടിക്കുമ്പോൾ ക്യാമ്പസിൽ സ്വാതന്ത്ര്യം, സോഷ്യലിസം, ജനാധിപത്യം എന്ന് പറഞ്ഞു നിൽക്കുന്ന പാർട്ടിക്കാരെ അവരാണ് ബിഗ് എന്താ പറയുന്നത് കഞ്ചാവ് വിൽപ്പന എന്ന് കോളേജിൽ. ഇന്നലെയൊക്കെ ലോ കോളേജ് പേർക്കട ലോ കോളേജിലുള്ള ആളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. പുള്ളി പ്രസംഗിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം, സോഷ്യലിസം, ജനാധിപത്യം എന്നൊക്കെ കെട്ടിയെഴുതുന്നത് ഭയങ്കരമായിട്ട് ബോധവൽക്കരണം നടത്തുവാണ്. പക്ഷെ ഹോസ്റ്റലിൻ്റെ അകത്തുള്ള വീഡിയോ പുറത്തു വന്നപ്പോൾ ഇരുന്നങ്ങ് പുകച്ച് തള്ളി ഭയങ്കര, അതായത് സിന്തറ്റിക് ലഹരിയാണ്. പിന്നെ നമ്മുടെ കളവശ്ശേരിയിലാണെന്ന് തോന്നുന്നില്ലേ പോളിടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞപ്പം. പക്ഷെ അവിടെ ഒരു കൂട്ടു രാഷ്ട്രീയം കാണുന്നുണ്ട്. SFI മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും ആലോചിച്ച് നോക്കണേ. എല്ലാവർക്കും കോളേജിനകത്ത് ഇവർക്കൊക്കെ പിന്നെ യൂണിറ്റ് റൂമുകളുണ്ടല്ലോ, ഓഫീസുകളുണ്ടല്ലോ, അതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. അല്ല സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും
BJP ഒക്കെ കൂട്ടത്തല്ലാണ്, വെട്ടുകിളി ആക്രമണം അങ്ങോട്ട് ഇങ്ങോട്ട് തെറിയാണ്. പക്ഷെ ക്യാമ്പസിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ലഹരി അടിക്കാൻ ഒരുമിച്ച് ഹോസ്റ്റൽ മുറി ഇരുന്ന് KSU കാരനും എല്ലാവരും അവിടെ കൂട്ട് പങ്ക് കച്ചവടമാണ്. ആലോചിച്ച് നോക്കണേ. അപ്പോൾ ഇത് എന്തോ പോക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, ഒരു അന്തം വിട്ട പോക്കാണ്. ശരിക്കും വിദ്യാലയങ്ങളിൽ നിന്ന് വീടുകളിൽ വരെ ലഹരി എത്തിയപ്പോഴാണ് നമുക്കറിയാം വെഞ്ഞാറമൂട് കൊലപാതകം തൊട്ട് ഓരോന്നും അല്ലെ കൺമുന്നിൽ വീടിൻ്റെ അകത്ത് കയറി വെട്ടുന്നു, അതിനും ലഹരിക്കടിമയാണ്, 3 പേരെ കയറി കൊന്നു, എല്ലാം ചെന്താമര എല്ലാവരും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എല്ലാത്തിലും എന്താണ് പകയെന്നാലിപ്പം ലഹരിയുടെ വളരെയധികം അതിപ്രസരമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആരാണ് ഇതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാനോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ മുന്നിൽ ഇപ്പോഴിറങ്ങിയിട്ടുണ്ട്? അപ്പോഴും എന്താണ് നമുക്കറിയാം, രാഷ്ട്രീയക്കാരിലുള്ള പയ്യന്മാരെ പിടിക്കുമ്പോൾ നമ്മുടെ മന്ത്രിമാർ പറഞ്ഞേക്കുന്ന പ്രസ്താവനയുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രതിഭയുടെ മകനെ ഒരു കുഞ്ഞു കേസിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സജി ഇബ്രാഹിം നമ്മുടെ സജി ചെറിയൻ മന്ത്രി എൻ്റെ മുന്നിൽ ഇറങ്ങി. അവസാനം അതിന് പിടിച്ച പോലീസിന് നമുക്കറിയാം അല്ലേ, നാട് കടത്തി നല്ല നിയമ നടപടികൾ, അവസാനം ആ കേസില്ല. അത് വെറും ഒരു കനവായി മാറി. കനുവിനെ പിടിച്ചത് കനവായിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ പോളിടെക്നിക്കിൽ SFIനെ പിടിച്ചു, പയ്യൻ നേതാവാണ് അതിൻ്റെ ആളെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ രാഷ്ട്രീയ പാർട്ടിക്കാർ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കൊണ്ട് നമുക്ക് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് എന്തെങ്കിലും ഇത് കിട്ടുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു ഈ നൈറ്റ് ലൈഫൊക്കെ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇവിടങ്ങളിലൊക്കെ രാത്രിയുടെ ഒരു മറവില്ല, ആ സമയത്ത് കച്ചവടത്തിലൂടെ ഇത് ലഹരിയുടെ കച്ചവടമായി മാറുന്നോ എന്നും കൂടി. തീർച്ചയായും ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ലഹരി എന്ന് പറയുമ്പോൾ വേണ്ടി വരവ് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ കൊത്തനൂർ കണക്കെ പറഞ്ഞ സ്ഥലത്ത് വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പോലീസിലെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, അവരുടെ അന്വേഷണമൊക്കെ പോയി കഴിയുമ്പോൾ ഒന്ന് ബാംഗ്ലൂർ വലിയ മാഫിയാണ്, പിന്നീട് അത് അങ്ങനെ പോവാണ്. പക്ഷേ ഇവിടുന്ന് അപ്പോഴേക്കും വെളി വരും, മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഡീലേഴ്സ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ പിന്നെ അതുകൊണ്ടാവുക രാഷ്ട്രീയത്തിൽ ഉന്നത പിടിപാടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ പോലീസിന് ഒരു പരിധിക്കുള്ളിൽ ഇത് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നാഷണൽ അവയർനെസ്, മൊത്തത്തിൽ രാജ്യം തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ഇവിടെ ഒരു സംസ്ഥാനത്തിൻ്റെ നല്ലൊരു മൊത്തം തലമുറയുടെ പ്രശ്നമാണ്, അല്ല ഒരു ജനറേഷൻ മൊത്തം നശിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ എന്തുമായിരുന്നു, ടുഡേയ്സ് ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരാണ്. ഇന്നത്തെ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന പൗരന്മാരെന്നല്ല ഇപ്പോൾ നശിച്ച ലഹരിയുടെ അടിമയായി. നാളെ ഇനി പൗരന്മാരാവാനൊക്കെ ഇവർ എന്ത് സിവിക് സെൻസ് ഒന്നും കുട്ടികൾക്കില്ല. അപ്പോൾ ആ രീതിയിലായി മാറി. പക്ഷേ ഇത് ഒരു അവയർനെസ് എന്ന് പറയുമ്പം നമുക്ക് പറഞ്ഞാൽ നാഷണൽ വൈഡായിട്ട് വരണം. ആര് ലഹരി നമ്മുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൽ എനിക്ക് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ അദ്ദേഹം, അതൊരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു അഭിമാനം തോന്നി. അദ്ദേഹം ആ ഗോപൻ സ്വാമി വിഷയത്തിലൊക്കെ നിൽക്കുന്ന കണ്ടപ്പം എനിക്കൊക്കെ ഒരുപാട് തോന്നിയിട്ടുണ്ടായിരുന്നു, എന്തോ ഇത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ പോയി എന്താണ് അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിനോട് റെസ്പെക്റ്റ് തോന്നിയത് മകൻ വന്നപ്പോഴും അങ്ങേര് അത് ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞു, അതിൽ നിന്ന് രക്ഷിക്കാൻ, അല്ലെങ്കിൽ നമ്മളത് ഇങ്ങനെ ഉണ്ട് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ഈ ഒരു തമിഴ്നാട് ആ ഒരു ബോർഡറിലൊക്കെ പണ്ടുതൊട്ടേ ലഹരിയുടെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പാറശാല ആ രീതിയിൽ. അപ്പോൾ ഇത് കൺമുന്നിലുണ്ടായിരുന്നു, സത്യമല്ല വിചാരിച്ചത്, ഇന്നലെ ഇന്നും തുടങ്ങിയല്ലോ, മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ എന്താണ് എനിക്ക് ഇതിൽ വലിയൊരു കാര്യം തോന്നുന്നതെന്ന് വെച്ചാൽ ലഹരിക്ക് പിടിക്കുന്ന പോലീസുകാർ പിടിക്കുമ്പം ഞാൻ മനോരമ വാർത്തയൊക്കെ കാണുമേ രാത്രിയിൽ. അപ്പോൾ പറയണം 60ഓളം കേസുകൾ മുന്നിലുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ലഹരിക്ക് പിടിച്ചിട്ടുള്ളവന്മാരാണ് റിപ്പീറ്റഡ്ലി ഇവരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേരം എല്ലാം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഓരോ പ്രാവശ്യം അവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൈന്യൂട്ടായിട്ട് അതായത് ലഹരി പിടിക്കുന്നവർക്ക് ഇവിടെ ഒരു ശിക്ഷാ നടപടി ഇല്ല. അതുകൊണ്ടല്ല ഇത് വീണ്ടും ഭയമില്ലല്ലോ, ഇവർ വീണ്ടും ഇത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു, പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ചെയിനാണ്, സൈക്കിൾ പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഭയമില്ല. അപ്പം റൂൾസാണ്, അത് നിയമ നടപടികൾ വേണം. പോലീസിനെ മാത്രം നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് പിടിക്കുക, അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേക്കും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവുമല്ലേ. അല്ല, പാർട്ടി ഓഫീസുകൾ സംരക്ഷണം കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും പാർട്ടി ഓഫീസുകൾ, ഓരോ പാർട്ടി ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതിൻ്റെ അപ്പുറമായിരിക്കും. ഇപ്പോൾ കലാലയങ്ങൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, കിലോ കണക്കിന് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത് സമൂഹം, നാട്ടുകാർ ഒരുമിച്ച് നിൽക്കണം. ഇവിടെ പൊളിറ്റിക്സ് നോക്കരുത്. ഇപ്പം BJPക്കാരൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാലും കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചാലും ഒറ്റപ്പെടുത്തുക. ലഹരി ആരുണ്ടോ, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയാണ് എന്ന് സമൂഹത്തിൽ നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ജനറേഷനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പാരൻസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുട്ടികളെ ഇന്നങ്ങ് വിട്ടുകൊടുക്കുവാണ് അല്ലേ, അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. കൂട്ടുകെട്ടുകൾ ആരൊക്കെയാണ്, കോളേജിലങ്ങ് പോയി കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പാരൻറ്റിങ് നമ്മളിപ്പോൾ പറയാനുള്ള കാര്യമുണ്ട്. ഇപ്പോൾ അഫാൻ്റെ കാര്യം നോക്കാം, ഒരു ബാഡ് പാരൻറ്റിൻ്റെ അവസാനമാണ് അഫാനെ പോലെ ഒരു കൊടും ക്രിമിനൽ ഉണ്ടായത്. കാരണം അമ്മ ഇപ്പോഴും നോക്കൂ, മകനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അപ്പം ഇതാണ് അവിടെ പാരൻസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളെല്ലാ കുറ്റങ്ങളും 2K കിഡ്സ് എന്ന് പറഞ്ഞ് വെക്കണ്ട. 80 കിഡ്സ്
90 കിഡ്സിൽ അച്ഛനും അമ്മമാരും വളർത്തിയത് കൊണ്ടാണ് ഈ 2K കിഡ്സ് ഇങ്ങനെ ആയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് എവിടെയോ പാളിപ്പോയിട്ടുണ്ട്, നമ്മൾ വളർത്തുന്നതിൽ എവിടെയൊക്കെയോ പാളിപ്പോയിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇനിയും സമയം വൈകിട്ടില്ല. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇനി വലിയൊരു വിപത്തിന് നമുക്ക് തുരത്താൻ പറ്റും. പക്ഷെ അന്നേരം രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടാൻ നിൽക്കണം. പക്ഷെ പ്രതീക്ഷയില്ല സാറേ, കാരണം അത്രയും ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടായ ഒരു സംസ്ഥാനമായി മാറി കേരളം അല്ലേ. ഇവിടെ ആര് നശിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെ കീശയിൽ കാശുണ്ടെങ്കിൽ മതി എന്നുള്ള ഇതായി കഴിയുമ്പോൾ ഇവിടെ സമൂഹം എങ്ങനെയാണ്? അവനവൻ നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങാം ശുദ്ധീകരണം, മക്കളെ നമുക്ക് ശ്രദ്ധിച്ചു തുടങ്ങാം. അത്രയും നമുക്ക് ചെയ്യാനുള്ളൂ.